സോ നമ്മളിപ്പോൾ 30 ക്വാണ്ടിറ്റി ബൈ ചെയ്തിട്ടുണ്ട് ബജാജ് ഫിനാൻസ്. അപ്പം സീറോ ലോസ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, ഞാൻ ഇന്നലെ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ബൈ ചെയ്ത ലെവൽ ഈ ഒരു ലെവലാണ്, 79 ആണ്. എൻ്റെ സ്റ്റോപ്പ് ലോസ് 58-ലാണ്. ഓക്കെ, ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്, 58. ഓക്കെ, 19 പോയിൻറ്റ്സ്, 20 പോയിൻറ്റ്സ് ആണ് സ്റ്റോപ്പ് ലോസ്. ഇപ്പോൾ 1000 മേലെ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. അപ്പം 20 പോയിൻറ്റ്സ് 30 ക്വാണ്ടിറ്റി. അപ്പോൾ എനിക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടായാൽ വെറും 600 രൂപ മാത്രമേ ലോസ് എടുത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം മൂവ്മെൻറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ 1:2 അടുപ്പിച്ച്. ഓക്കെ, 1:2 എത്തിയതാണ്. ചെറിയ ലോസിലാണ് ഈ ഒരു ട്രേഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ തിരിച്ചൊന്ന് സ്റ്റോപ്പ് ലോസ് ഇട്ടാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ട്രേഡ് എങ്ങനെ പോകുമെന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഈ ഒരു കീ ലെവൽ ബ്രേക്ക് ചെയ്താൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യും. സ്റ്റോപ്പ് ലോസ് നമ്മുടെ എൻട്രി തന്നെ വെക്കും. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞാൻ എൻട്രി എടുത്ത റീസൺ ഈ ഒരു ബ്രേക്ക് ഔട്ടാണ്. മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്, പക്ഷെ എന്നാലും എൻട്രി ടൈം ചെയ്ത റീസൺ ഈ ഒരു ബ്രേക്ക് ഔട്ടാണ്. സോ ഇവിടെ ഒരു വിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വിക്കിൻ്റെ താഴെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. സോ ഹിറ്റായാലും വലിയ ലോസ് വരത്തില്ല, 600 റുപ്പീസ് മാത്രമേ ലോസ് വരത്തുള്ളൂ. ഇന്നലെ നമുക്ക് 2000 പ്ലസ് പ്രോഫിറ്റ് കിട്ടിയതാണ്. നമുക്കിന്ന് നോക്കാം. പ്രോഫിറ്റ് മാക്സിമം ട്രെയിൽ ചെയ്യിപ്പിക്കാം. ഓക്കെ, ചെറിയ ലോസ് മാക്സിമം പ്രോഫിറ്റ്, അതാണ് നമ്മൾ നോക്കുന്നത്. 800 റുപ്പീസിന് മേലെ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ആ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ കീ ലെവൽ ബ്രേക്ക് ഔട്ടായി 1500 പ്രോഫിറ്റ്. ഇപ്പോൾ ഇനിയിപ്പോൾ ലോസിൻ്റെ ആവശ്യമില്ല, നമുക്ക് ലോസ് കളയാം. നമുക്ക് ബ്രേക്ക് ഇവനെ തന്നെ വയ്ക്കാം. അപ്പോൾ ഞാൻ എൻ്റെ എൻട്രി തന്നെയാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പോകുന്നത്. 5774 ആണ് എൻട്രി. സോ 5774. ഓക്കെ, നിയർലി 2000 രൂപ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. സോ ഇനിയിപ്പം ഈ ട്രേഡിൽ എനിക്ക് ഇനി വറി ചെയ്യാനൊന്നുമില്ല. ഇനിയിപ്പം തിരിച്ചു വന്ന് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇട്ടായാലും എനിക്ക് ലോസ് ഒന്നും വരാനില്ല. പിന്നെ ഞാൻ രാവിലെ എൻട്രി ഓർഡർ ഇട്ടപ്പം കുറച്ച് നേരത്തെ എൻട്രി കിട്ടിപ്പോയി. പിന്നെ ഞാനത് അപ്പം തന്നെ എക്സിറ്റായി, ഒരു 3 രൂപ പ്രോഫിറ്റ് എക്സിറ്റായി. അപ്പം ഇതൊരു എൻ്റെ മിസ്റ്റേക്കിൽ വന്ന ഒരു ഓർഡറാണ്. ഞാൻ എൻട്രി പ്ലാൻ ചെയ്തത് 81-ലാണ്, പക്ഷേ കുറച്ച് നേരത്തെ ലിമിറ്റ് ഓർഡർ ആയിപ്പോയി. ഞാൻ SLM ഓർഡറാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ കിട്ടിയത് ലിമിറ്റ് ഓർഡറാണ്. അതുകൊണ്ടാണ് ഈ ഒരു ട്രേഡ് ഇവിടെ കാണുന്നത്. 3 രൂപ പ്രോഫിറ്റിൽ ഞാൻ എക്സിറ്റായി. 3 2 രൂപ. ഓക്കെ, 61 റുപ്പീസ് എന്തോ പ്രോഫിറ്റ്. അപ്പോൾ ഇതൊരു മിസ്റ്റേക്ക് വന്ന ട്രേഡാണ്. അപ്പോൾ എന്തായാലും 2000 രൂപ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. നമുക്ക് മാക്സിമം ഇത് റൺ ചെയ്യിപ്പിക്കാം. ലോസ് ഇല്ലാത്ത ട്രേഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിനിയിപ്പം റിസ്ക് ഒന്നുമില്ല, നമുക്ക് വറി ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഈ സീറോ ലോസ് സ്ട്രാറ്റജിയുടെ ബ്യൂട്ടി. ലോസ് വരാനില്ല നമുക്ക്. എനിക്ക് തോന്നുന്നു ഞാൻ എൻട്രി എടുത്തത് ഓക്കെ 9:46-ലാണ്. ഇപ്പം 10 മണി ആയതേ ഉള്ളൂ. ഇപ്പം കറക്റ്റ് 15 മിനിറ്റ്സ് മാത്രമേ നമുക്കൊരു ലോസ് ഉണ്ടായിരുന്നുള്ളൂ. അതും വളരെ ചെറിയ ലോസ് ആയിരുന്നു. ഒരു ലോസ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 600 റുപ്പീസ് മാത്രമായിരുന്നു. സോ ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു റിസ്ക് ഇല്ലാത്ത ട്രേഡ് നമ്മളിപ്പം കണ്ടിന്യൂ ചെയ്യുകയാണ്. 2000 റുപ്പീസ് മേലെ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. അപ്പം റിസ്ക് റിവാർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഹ്യൂജ് റിസ്ക് റിവാർഡാണ്. ഞാൻ 20 റുപ്പീസാണ് ആദ്യത്തെ ഇനിഷ്യൽ ലോസ് ആയിട്ട് വെച്ചത്. നമുക്ക് 100 റുപ്പീസിന് മേലെ പ്രോഫിറ്റ് കിട്ടുമോ എന്ന് നോക്കാം. അല്ലെങ്കിൽ നമുക്കൊരു റിവേഴ്സൽ പാറ്റേൺ കിട്ടുവാണെങ്കിൽ നമ്മൾ എക്സിറ്റ് ആവും. എന്തായാലും വെയിറ്റ് ചെയ്യാം. സോ ഇതിൽ ഒരൊറ്റ റൂളേ ഉള്ളൂ. റൂളെന്ന് പറയുന്നത് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ലോസ് ഒരിക്കലും താഴോട്ട് നീക്കരുത്. നമ്മൾ ആദ്യത്തെ സ്റ്റോപ്പ് ലോസ് 20 പോയിൻറ്റ്സ് ആയിരുന്നു. അത് ഒരിക്കലും കൂട്ടാൻ പാടില്ല, മാക്സിമം കുറയ്ക്കാം. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മൂവ് ചെയ്യാനും പാടില്ല. സോ ആദ്യത്തെ സ്റ്റോപ്പ് ലോസ് 20 പോയിൻറ്റ്സ് ആയിരുന്നു. അത് ഞാൻ മാറ്റിയപ്പം ബ്രേക്കിങ്ങിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കത് താഴോട്ട് വരാൻ നേരത്ത് പേടിച്ചിട്ട് സ്റ്റോപ്പ് ലോസ് വീണ്ടും വലിച്ച് താഴോട്ട് കൊണ്ടുവരാൻ പാടില്ല. ആ ഒരു പോയിന്റ് തന്നെ വെച്ചേക്കുക. ഇറ്റായാൽ ഇറ്റായി, അത്രേ ഉള്ളൂ. ഓക്കെ, നാളെ നമുക്ക് വീണ്ടും ട്രേഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ ട്രേഡ് എങ്ങനെ പോകുന്നത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഒരു റിവേഴ്സൽ പാറ്റേൺ കിട്ടിയാൽ ഞാൻ ചിലപ്പോൾ എക്സിറ്റ് ആവും. ഇപ്പോൾ സ്ട്രോങ് ആണ്, എന്തായാലും വെയിറ്റ് ചെയ്യാം. സോ ആ ട്രേഡ് അവസാനിച്ചു. 2531 രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സോ നല്ല റിസ്ക് റിവാർഡാണ്. നമ്മൾ ബുക്ക് ചെയ്തത് 81 പോയിൻറ്റ് ബുക്ക് ചെയ്തു. 81 പോയിൻറ്റ്സ് നമ്മൾ ബുക്ക് ചെയ്തു. നല്ല ട്രേഡായിരുന്നു. 2500 മേലെ പ്രോഫിറ്റ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ബ്രേക്കിങ്ങിലാണ് വെച്ചത്, അത് എക്സിറ്റ് ആവാം. സോ ഇത് നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ളൊരു
സിസ്റ്റമാണ്. അത്യാവശ്യം ടെക്നിക്കൽ സ്കിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ് അറിയണമെന്നുണ്ടെങ്കിൽ, ഡീപ്പായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.